ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊതിയൂറുന്നൊരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ലെയറുകളോട് കൂടി ആവിയിൽ വേവിച്ച ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ 2 നേന്ത്രപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നടുവേ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പകുതിയായിട്ടോ ചെറുതായിട്ടോ ഒക്കെ ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നീളത്തിലും ഹാഫായിട്ടും ഒക്കെ കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മുഴുവനും അങ്ങനെയൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കോഴിമുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഒരെണ്ണം മതിയാകും. ഇനി അതിലോട്ട് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറുള്ള പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അധികം ചൂടോ അധികം തണുപ്പോ പാടില്ല. അതിലോട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം വേണ്ട എന്നുള്ളവർക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ഒരു പാലിൻ്റെ അളവിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരപ്പമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ബാറ്റർ മാത്രം തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എമൗണ്ടിൽ തയ്യാറാക്കാവുന്നതാണ്. ഇനി ഒരു പാനിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ലോ ഫ്ലെയിമിൽ പാൻ വെച്ചതിന് ശേഷം അതിലോട്ട് ഇതുപോലെ പഴത്തിൻ്റെ സ്ലൈസ് എല്ലാം ഇട്ട് കൊടുക്കാം. അതിന് മുകളിലോട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചളവിൽ മാത്രം പഞ്ചസാര ഒന്ന് തൂവി കൊടുക്കാം. ഈ പഴം ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ്. കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നെയ്യ് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ നെയ്യ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റായിട്ട് പഴത്തിന് മുകളിൽ പഞ്ചസാര ഇട്ട് ഇതുപോലൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചു വിട്ട് 2 സൈഡും നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് ഒന്ന് ക്യാരമലായി വരുന്നിടം വരെ തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പഴം കുറച്ച് തിന്നായിപ്പോയി ഞാൻ കട്ട് ചെയ്ത്, അതുകൊണ്ടാണ് മറിച്ചിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നത്. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒരിത്തിരി കൂടി തിക്കായിട്ട് കട്ട് ചെയ്തെടുത്തോളുക. അപ്പോൾ 2 സൈഡ് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് ക്യാരമലായി വന്നിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇനി അതേ പാനിലോട്ട് തന്നെ ബാക്കിയുള്ള പഴം കൂടി ഇട്ട് ഇതുപോലെ തന്നെ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കേണ്ടതാണ്. അതിനുശേഷം പാൻ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പും വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിലോട്ട് കുറച്ച് കാഷ്നട്ട് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്നട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് കുറച്ച് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ കാഷ്നട്ടും കിസ്മിസും ഒന്ന് നല്ലപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതുകൂടി ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടും, അതുകൊണ്ട് മാത്രമാണ്. ഇനി കാഷ്നട്ടും കിസ്മിസും വേണ്ട എന്നുള്ളവർക്ക് ഡയറക്റ്റ് പാനിലോട്ട് തേങ്ങ ചേർത്ത് കൊടുത്ത് തേങ്ങയിലെ വെള്ളമെല്ലാം നല്ല പോലെ ഒന്ന് വലിയുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങയുടെ കളറൊന്നും മാറാൻ പാടില്ല. ആ സെയിം കളറിൽ തന്നെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതിയാകും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും വെള്ളമെല്ലാം വലിഞ്ഞു വരുന്നതാണ്. ഇനി അതിലോട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം അധികം ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഇതിന് പകരം ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് പഞ്ചസാര അങ്ങനെ മെൽറ്റായിപ്പോയി കുഴഞ്ഞു പോകത്തൊന്നുമില്ല. ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇതുപോലെ തന്നെ നല്ല സെപ്പറേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ എല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ അതിലിരുന്നാൽ തന്നെ അത് കട്ടിയായി പോകും. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു 3/4 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ബാറ്റർ. അതിനുശേഷം അതൊന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മൾ പാലാടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ പാൽപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഓരോരോ അപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സൈഡെല്ലാം അതിൽ നിന്നൊന്ന് വിട്ടുവരുന്ന പരുവായി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇത് മറിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ല തിന്നായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അതുപോലെ ഞാനിപ്പോൾ ഒരു 7 അപ്പമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ ഒരിത്തിരി ഒന്ന് എണ്ണയോ നെയ്യോ തടവി കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലോട്ട് ഒരപ്പം വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ ക്യാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ ഓരോ പീസസ് ആയിട്ട് വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. അതിലൊന്ന് നിറയാൻ പാകത്തിന് കുറച്ച് പഴം വെച്ച് കൊടുക്കാം.
ഒത്തിരി അങ്ങ് അടുക്കിൽ വെക്കേണ്ട, ഒരു ലെയർ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഒരു 4 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയുടെ കൂട്ടുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ തേങ്ങയുടെ കൂട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലോട്ട് അടുത്ത അപ്പത്തിൻ്റെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ പാൽപ്പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തിക്നെസ്സിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതിയാകും ഇതും. ഇനി അതിന് മുകളിലോട്ടും നമുക്ക് ഓരോ ലെയറായിട്ട് പഴം വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും തേങ്ങയുടെ ലെയർ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. എനിക്ക് മൊത്തം 6 ലെയറാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കിട്ടിയത്. ഈ പാത്രത്തിൽ 6 ലെയറായിരുന്നു പറ്റത്തുണ്ടായിരുന്നുള്ളൂ. ഏറ്റവും മുകളിലത്തെ ലെയറിലോട്ട് വരുമ്പോൾ ഇതുപോലെ പഴം മാത്രം വെച്ച് കൊടുക്കാം. നമ്മൾ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം അതിൽ കിടന്ന കാഷ്നട്ട് മാത്രം ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ പഴം ഇതിൽ ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കിയ മാവിൽ നിന്നും ഒരു തവി മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അപ്പം ഉണ്ടാക്കാനെടുത്ത ആ മാവ് തന്നെ ഒരു തവി നമ്മൾ ലാസ്റ്റ് ഒന്ന് മാറ്റി വെക്കണം. ഇനി ചൂടായ സ്റ്റീമറിലോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, കാഷ്നട്ടും പഴമൊന്നും ആ അപ്പത്തിലോട്ട് ഫിക്സ് ആയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ച ആ ഒരു തവി ബാറ്റർ ഇതിന് മുകളിലോട്ട് വളരെ തിന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. തിൻ ലെയറായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ആ സൈഡിലോട്ടും കൂടിയെല്ലാം കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒരു തവി ബാറ്റർ നമ്മൾ മാറ്റി വെച്ചാൽ മതി. അതിതുപോലെ ഒന്ന് ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ പഴവും കാഷ്നട്ടും എല്ലാം ഫിക്സ് ആവുകയും അപ്പത്തിൻ്റെ സൈഡെല്ലാം നല്ല പോലെ ഫിക്സായി നമുക്ക് ഉറച്ച് കിട്ടുകയും ചെയ്യും. നമ്മൾ കട്ട് ചെയ്തെടുക്കാനും ഒറ്റ അപ്പമായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ടു പോരാനും ഒക്കെ ഇതുപോലെ സൈഡ് വഴിയെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല പോലെ വെന്ത് നല്ല പോലെ ഫിക്സായി വന്നിട്ടുണ്ടാകും. കണ്ടോ, ഇപ്പോൾ ദാ പഴവും കാഷ്നട്ടും എല്ലാം ഫിക്സായി സൈഡെല്ലാം വെന്തും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് എടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ദാ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ സൈഡിൽ നിന്നെല്ലാം ഒന്ന് വിട്ടു വന്നിട്ടുണ്ട്. ഇനി അത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. മുകളിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് വിട്ടുപോരുന്നതാണ്. കണ്ടോ, നമ്മുടെ അപ്പം ഇവിടെ പലഹാരം ഇവിടെ നല്ല പോലെ വന്നിട്ടുണ്ട്. നല്ല പോലെ സൈഡെല്ലാം ഫിക്സായി, മുകളിൽ പഴവും കാഷ്നട്ടും എല്ലാം ഫിക്സായി നല്ല സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണിത്. നല്ലൊരു മധുര പലഹാരമാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇതിലധികം നെയ്യോ എണ്ണയിൽ വറുത്ത് പൊരിക്കുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്കിതങ്ങനെ കഴിച്ചാലൊന്നും മടുത്തും പോകത്തില്ല. വളരെ നല്ല ലെയറുകളോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം കണ്ടോ, നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്